വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOS സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെയിലിംഗ് ആൻഡ് മെസ്സേജിംഗ് സർവീസസ് എന്ന ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിലിംഗ് ആൻഡ് മെസ്സേജിംഗ് സർവീസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം, വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന കുറച്ച് സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് ഒന്ന് ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ്, ഒരു ചാപ്റ്റർ മാത്രമാണ് ഇത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് മെയിലിംഗ് ആൻഡ് മെസ്സേജിംഗ് സർവീസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മെയിലിംഗ് ആൻഡ് മെസ്സേജിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വളരെ എസെൻഷ്യലായിട്ട്, വളരെ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് മെയിലിംഗ് അല്ലാണ്ട് മെസ്സേജ് സർവീസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെയിലുകൾ, നമ്മൾ ടെലിഗ്രാം മെയിൽസ് ഒക്കെ നമ്മൾ അയക്കാറുണ്ട്. നമ്മൾ ആദ്യ കാലത്ത് ഉണ്ടായിരുന്നു ടെലിഗ്രാം മെയിൽസുകളൊക്കെ. ഇപ്പോൾ നമ്മൾ ലെറ്റേഴ്സ് അയക്കാറുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റലായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സാധനങ്ങൾക്ക് ട്രാൻസ്പോർട്ടിംഗ് പ്രോസസ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഇനി ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഒരു ഡിജിറ്റൽ മേഖലയിലോട്ട് മാറുന്ന സമയത്ത് ഡിജിറ്റലി നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്കത് ആ ഒരു ഡിജിറ്റൽ ഡിവൈസസിൽ, ഡിജിറ്റൽ മേഖലയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു മെയിലിംഗ് ആൻഡ് മെസ്സേജിംഗ് സർവീസസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്? ഇമെയിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ഇമെയിൽ സർവീസസ്, ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇമെയിലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് മെയിൽ എന്നാണ്. ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസിൽ ആർക്കും എന്ത് ചെയ്യാം, ഇതിലൊരു ഇമെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? മെസ്സേജസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഇമെയിൽ എന്ന് പറയുന്നത് വളരെ ആദ്യകാലം മുതലേ തുടങ്ങിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്, ഒരു മെയിലിംഗ് സർവീസാണ്. ഓക്കെ, അപ്പോൾ ഈ മെയിലിംഗ് സംവിധാനം ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ഉണ്ട്, ഗൂഗിൾ മെയിൽ ഉണ്ട്, യാഹൂ മെയിൽ ഉണ്ട്, ഒരുപാട് മെയിൽ സംവിധാനങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇമെയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്താണ്? നമുക്കതിൽ ഒരുപാട് കാര്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. നമുക്ക് എന്ത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനായിക്കോട്ടെ, അല്ലാതെ നമുക്ക് വീഡിയോസ്, ഓഡിയോ, അതല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, ഇമേജസ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യണം. എന്ത് ചെയ്യും? നമുക്ക് ഇമെയിൽ എന്ന് പറയുന്ന സംവിധാനത്തിൽ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് ഒരു ഇമെയിൽ അയക്കുന്നത്, അതുപോലെ തന്നെ ഇമെയിലിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇമെയിൽസ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇമെയിലിൽ റെസ്ട്രിക്ഷൻസ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഇമെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ പൂർണ്ണ രൂപമായിട്ടുള്ള നമ്മൾ നാഷണൽ അക്കാഡമിയിൽ അവൈലബിൾ ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് നമുക്കുണ്ട്. ഇനിയിപ്പോൾ വാട്സപ്പ് ആയിക്കോട്ടെ, അതാണെങ്കിൽ നോർമൽ ഈ മെസ്സേജസ് ആയിക്കോട്ടെ, മെസ്സഞ്ചർ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പോലത്തെ ഒരുപാട് ഇതൊക്കെ എന്താണ് ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്സിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്ന സംവിധാനം നടക്കുന്നത് എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇതിലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു പൂർണ്ണ രൂപം, അപ്പോൾ എങ്ങനെയാണ് ഇമെയിലിൻ്റെ ഒരു സെക്ഷനും, അതുപോലെ തന്നെ ഈ ഒരു റിയൽ ടൈം ചാറ്റിൻ്റെ, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്സിൻ്റെ ഒക്കെ ഒരു ഉപയോഗവും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നാഷണൽ അക്കാഡമി ടീമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.